ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് തന്നെ ആദ്യം വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് കോഴ്സിൻ്റെത് നമ്മുടെ വാട്സപ്പ് ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഇടുന്ന അതേ സമയം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിമിറ്റഡ് സീറ്റ് നമ്മളല്ല. ലിമിറ്റഡ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാച്ചായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ബാച്ചിനൊന്നും റിസൾട്ട് ഇല്ല. നിങ്ങൾ എവിടെ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് എടുക്കാൻ നോക്കുക. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അത് തന്നെ എടുക്കാം. ഞാൻ മറ്റുള്ള ആൾക്കാർ ബാച്ചിൻ്റെ കാശിനേക്കാളും കുറവിലാണ് ഞാൻ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ട്രെയിനിങ് തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളത് പഠിച്ച് സെറ്റായതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ എക്സ്പേർട്ട് ആയിരിക്കും. നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിലൊരു 2 അല്ലെങ്കിൽ 5 പേരെയാണ് മാക്സിമം ഞാൻ എടുക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാരും അതേപോലെ നല്ല രീതിയിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാരെ നമുക്ക് താല്പര്യമേ ഇല്ല. ജസ്റ്റ് ഒന്ന് പഠിച്ച് നോക്കാം അങ്ങനത്തെ ഒന്നും വേണ്ടതല്ല. ആത്മാർത്ഥമായിട്ട് ഇത് നാളെ ഒരു വലിയൊരു വരുമാനത്തിലേക്ക് എത്താനും നല്ല എഫേർട്ട് ഇടാമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. എന്ന് വെച്ചാൽ അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നത് വഴി വേറൊരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ആകെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര ഫുൾ ടൈമർ നല്ല ജോലി തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ തയ്യാറാണ്. അതിനനുസരിച്ച് നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡൊക്കെ എടുക്കാനുള്ള രീതിയിൽ സെറ്റാക്കി തരാം. മനസ്സിലായോ? അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുമ്പോൾ തന്നെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. പ്രീ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റൊക്കെ ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് വരാം. ഗോൾഡ് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3-4 മാസമായിട്ട് പ്രൈസ് റേഞ്ചിൽ തന്നെ ഇരിക്കണത്. നമുക്ക് ബൈയും സെല്ലും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ പ്രൈസ് നല്ല ബുള്ളിഷാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ലോങ് ടൈം ബൈ കിട്ടിയായിരുന്നു. അതിക്കൊന്നും 2 ആഴ്ചക്ക് മുമ്പാണ് പിന്നെ നമുക്ക് ബൈ കിട്ടി. നമുക്ക് വീക്ക് നോക്കാം. വീക്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. വീക്ക് പ്രൈസ് ബുള്ളിഷാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ വരുന്നത്. 2 ആഴ്ച പ്രൈസ് ബിയറിഷിലേക്കായിരുന്നു വന്നിട്ടിരുന്നത് വെച്ചത്. എന്തുകൊണ്ടാണ് ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് പ്രൈസ് പോയി അവിടെ വീക്ക് ബ്രേക്ക് നടത്തി ആ ഒരു പുൾ ബാക്കാണ് പ്രൈസ് താഴേക്ക് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്ത് പറഞ്ഞൊരു എൻട്രി സെറ്റപ്പാണ് ഈ ഒരു പൊസിഷണൽ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു കൺഫർമേഷൻ സ്റ്റോപ്പ് ലോസ് അടിക്കുക. ചിലപ്പോൾ 2ാമത്തെ 3ാമത്തെ അടിക്കുക. 3ാമത്തേൽ ചിലപ്പോൾ കയറിപ്പോവാം. അപ്പോൾ ആദ്യം കിട്ടിയ കൺഫർമേഷൻ പ്രൈസ് ഒന്ന് SL എടുത്തു. 2ാമത്തെ കൺഫർമേഷനിൽ ആ പ്രൈസ് കയറിയെന്ന് വെച്ചാൽ ഒരു 285 ആ ഒരു പൊസിഷനിൽ നിന്ന് കയറിപ്പോയത് 368 വരെ, ഏകദേശം $10-90 അല്ലെങ്കിൽ ഒരു $80-85 വരെ പ്രൈസ് മൂവ് ചെയ്തു അല്ലേ. പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ എന്താണ്, പ്രീവിയസ് ഹൈ ആണ്. അപ്പോൾ ഈ ഹൈ ആയിരുന്നു. ഈ ഹൈ ഒക്കെ പ്രൈസ് ഹിറ്റ് ചെയ്തു. ഇത് ഹിറ്റ് ചെയ്തു. പ്രൈസ് ഈ ഹൈയും ഹിറ്റ് ചെയ്തു. ഈ ഹൈയും ഹിറ്റ് കംപ്ലീറ്റ് ടാർഗറ്റും പ്രൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ലിക്വിഡിറ്റി ഗ്രാബാണ്. ഇത് നല്ല സ്ട്രോങ് പൊസിഷനാണ്. ഇവിടുത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടിട്ട് തെറ്റിയിരിക്കാനും വേണ്ട. ഇൻറ്റേർണൽ ഐഡിയ നമുക്ക് 2 OB ഉണ്ടായിരുന്നു. ഈ OB അല്ലെങ്കിൽ ഈ OB. പക്ഷേ ഇവിടെ നിന്ന് തന്നെ കയറി നല്ല മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് തന്നിരുന്നത് വെച്ചത് അല്ലേ. ഇവിടെ പ്രൈസ് വന്ന് ഇരിക്കുന്നത് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് തന്നെയാണ്. പ്രൈസ് 4 അവർ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഇതൊരു ചില ആൾക്കാർ ഇത് IFC ക്യാൻഡിലെന്ന് പറയും. ഞാനൊന്നും ഇത് IFC ക്യാൻഡിലായിട്ട് എടുക്കില്ല. ഫേക്ക് IFC ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് IFC ക്യാൻഡിലിന് നമുക്ക് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വീക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പ്രൈസ് താഴേക്ക് ഇറങ്ങണമെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ വേണം. അല്ലെങ്കിൽ ഈ ഹൈ വീണ്ടും എടുത്ത് അവിടെ ബോഡി ബ്രേക്കാണ് നടക്കണമെങ്കിൽ പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കയറിപ്പോകണമെങ്കിൽ പ്രൈസ് വളരെ സ്ലോയിലാണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്ക് ആ ഒരു ലിക്വിഡിറ്റിയൊക്കെയാണ് വീണ്ടും എടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സെല്ല് വീണ്ടും നോക്കാവുന്നതാണ്. നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിൻ്റെ മെയിൻ സ്ട്രക്ചറിലേക്ക് പ്രൈസ് വന്നിട്ട് കുറേ നാളായി. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല അല്ലേ. നമ്മളിപ്പോഴായിട്ട് 1 അവറിൻ്റെ ഒരു എക്സ്ട്രീം OB കിടക്കുന്നത് വളരെ ലോയിലാണ്, വളരെ താഴത്താണ് കിടക്കുന്നത്. ഇവിടെ ഈ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. നമുക്ക് നേരെ 15 മിനിറ്റിലേക്ക് വരാം. 15 മിനിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നമുക്ക് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ആ ഒരു ദിവസം എടുത്ത കുറേ സെല്ലും ബൈയൊക്കെ എടുത്തായിരുന്നു. ഞാൻ പിന്നെ ഫ്രൈഡേ ഒന്നും കാര്യമായിട്ട് ട്രേഡൊന്നും എടുത്തില്ല. ഈ ഒരു പൊസിഷനിൽ വന്ന് റിയാക്ട് ചെയ്തു. ജസ്റ്റ് ആ പ്രീവിയസ് ലോ വരെ പോയിട്ട് പിന്നെ അത് ഫെയിൽ. പിന്നെ ന്യൂയോർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂയോർക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ലണ്ടനൊക്കെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സെറ്റപ്പിൽ നമ്മൾ ട്രേഡൊന്നും എടുക്കില്ല.
നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ആദ്യം പ്രൈസ് ഇടുക. ആദ്യം ഒരു കൺഫർമേഷൻ കിട്ടി കണ്ടോ, എന്നാലും നല്ലൊരു മൂവ്മെൻറ്റ്സ് വന്നു. രണ്ടാമത്തെ കൺഫർമേഷൻ പ്രൈസ് കയറിപ്പോവുകയും ചെയ്തു കണ്ടോ. അപ്പോൾ നല്ലൊരു എൻട്രീസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രൈസ് ഇപ്പോൾ ഇത്രയും ദിവസം ബുള്ളിഷിലേക്ക് പോയെന്നും പറഞ്ഞ് പ്രൈസ് ഇനി ബിയറിഷിലേക്ക് വരാതിരിക്കില്ല, വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ആ ഒരു ഹൈ എടുത്തിട്ട് പ്രൈസ് താഴേക്ക് ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് കയറിയിട്ട് ഏതെങ്കിലും നല്ലൊരു കൺഫർമേഷൻ തന്നിട്ട് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ നല്ല കൺഫർമേഷൻ ഒന്നും ആകണമെന്നില്ല. ഇപ്പോൾ നോക്കിയേ 5 ഡേയ്സിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്. 2 ഡേയ്സ് ബിയറിഷ്, 3 ഡേയ്സ് ബുള്ളിഷ്. അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ 2 ഡേയ്സ് ബിയറിഷ്, 3 ഡേയ്സ് ബുള്ളിഷ്, നേരെ ഓപ്പോസിറ്റ് സെയിം പിച്ച് തന്നെ അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് പ്രൈസൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. പ്രൈസ് ഇനിയും ഇറങ്ങാൻ കയറാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈ അതിന് സ്ട്രോങ് ഒന്നുമല്ല. അപ്പോൾ ഇത് പ്രൈസ് വീണ്ടും ഇറങ്ങി താഴേക്ക് വരാം. ഈ ഹൈ ആണ് സ്ട്രോങ്. അപ്പോൾ വീണ്ടും പ്രൈസ് ഇനി ഇറങ്ങി താഴേക്ക് വരാം. താഴേക്ക് വന്ന് നിങ്ങൾക്ക് ആ സെല്ലൊക്കെ നോക്കാവുന്നതാണ്. ബൈ സൈഡും സെൽ സൈഡും നിൽക്കുക. ബൈ സൈഡിൻ്റെ നല്ല ഹൈ പ്രയോറിറ്റി പി ഒ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്ന പൊസിഷനിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലിടും. ആ പൊസിഷൻ മാത്രമൊക്കെ ബൈ ചെയ്യാനായിട്ട് നോക്കുക. ലോങ് ടൈമൊക്കെ ഇച്ചിരി ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്തൊക്കെ പ്രീവിയസ് ഹൈ പ്രീവിയസ് ലോ ഒക്കെ തന്നെ ചെയ്യാൻ നോക്കുക. നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് പൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് ബുള്ളിഷ് ആയിരുന്നെങ്കിലും ഈ മാസം സ്റ്റാർട്ട് ചെയ്ത് നല്ല ബിയറിഷിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, കഴിഞ്ഞ മാസം മൂവ് ചെയ്തതിൻ്റെ ഈ മാസം ഒരു 8-9 ദിവസമായപ്പോൾ തന്നെ ആ ഒരു മൂവ്മെൻറ്റ്സ് പ്രൈസ് കംപ്ലീറ്റ് ഇവിടെ തരുന്നുണ്ട്. നമുക്ക് വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷാണ്. നമുക്ക് വീക്കിൻ്റെ സെറ്റപ്പിൽ എങ്ങനെയാണ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു നല്ലൊരു ബൈ സെറ്റപ്പ് ഏതാണെന്ന് വെച്ചാൽ ഈ ഹൈക്ക് ഇത് ഐഡിയമായിട്ട് എടുക്കുക. ഒന്നെങ്കിൽ ഈ ഐഡിയം എടുത്ത് പ്രൈസ് നല്ല റിയാക്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും ഈ ഒരു വിക്കോബിൽ വന്ന് ഒരു മേജർ ഹൈ ഉണ്ടാക്കുക. ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല ചിലപ്പോൾ നല്ലൊരു കൺഫർമേഷൻ തന്നെ നല്ല റിയാക്ഷനാണ് തന്നെയെങ്കിൽ ഇത് തന്നെ ഈ ഹൈവിനെ ബ്രേക്കും ചെയ്യുക. അപ്പോൾ നല്ലൊരു ബൈ സെറ്റപ്പാണ് ഈ ഒരു പൊസിഷനും. അപ്പോൾ നമുക്ക് നേരെ ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു 4-5 ദിവസമായിട്ട് പ്രൈസ് ബിയറിഷ്. ലാസ്റ്റ് ഡേ ആണ്, ഫ്രൈഡേ ആണ് പ്രൈസ് നല്ലൊരു ബിയറിഷിലേക്ക് വന്നത്. ഡേയുടെ ഒരു ഓബിയിലാണ് നമ്മൾ ട്രേഡൊക്കെ എടുത്തായിരുന്നു. 10, 60, 70, 80 ഇപ്പൊക്കെ പ്രൈസ് മൂവ് ചെയ്തു, നല്ല പ്രോഫിറ്റൊക്കെ തന്നു. അതിൻ്റെ ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു. ആ ലോയിലൊക്കെ വീണ്ടും വന്ന് റിയാക്ട് ചെയ്തിട്ടൊക്കെയാണ് പ്രൈസ് ബ്രേക്ക് ചെയ്തത്. നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ. ഇനി ഇവിടെ നിന്നൊരു ബൈ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനിയും ബൈ എടുക്കാം. നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ബൈ എടുക്കാം. നമുക്ക് ഉറപ്പായിട്ടും ബൈ എടുക്കാം. 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി ഇവിടെ ബൈ ഉണ്ടാകുന്ന ചോദിക്കുന്നവരോട് ഇവിടെ വരികയാണെങ്കിൽ ബൈ എടുക്കുക. ഇപ്പോൾ ഡേയുടെ ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊന്നും തന്നിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഏതെങ്കിലും 4 അവർ സിംഗിൾ ക്യാൻഡിൽ തന്നാൽ വീണ്ടും പ്രൈസ് ഒന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ പുൾ ബാക്ക് എടുക്കും. നമുക്ക് 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 അവറിൻ്റെ സ്ട്രക്ചർ ബേസ് നോക്കണമെങ്കിൽ പ്രൈസ് ബിയറിഷിലാണ് നിൽക്കുന്നത്. ഇവിടെ വേറെ 1 അവറിൻ്റെ ഇതൊന്നുമില്ല. നമുക്ക് ഈ 4 അവറിൻ്റെ തന്നെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് കുറച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യത. ബിയറിഷിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അല്ല കേട്ടോ, ആഴ്ചകളോ കൊണ്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ കുറച്ച് മാസമായിട്ട് പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 മാസം പ്രൈസ് ബിയറിഷിലേക്കും വരാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബൈയിലേക്ക് വരുന്ന പി ഒയിലെല്ലാം നല്ല റിയാക്ട് ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് കിട്ടുന്ന പി ഒയും സെയിം പിച്ചായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇച്ചിരി ലോങ് ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ 4 അവറിൻ്റെ ഓബി ഇപ്പോൾ ഈ ഡേയുടെ തന്നെ 4 അവറിലൊരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്ന നല്ലൊരു എൻട്രി സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ യൂറോസ്റ്റിയിലേക്ക് വരാം. യൂറോസ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയൊന്നും ട്രേഡൊന്നും എടുത്തില്ല. ബ്രിട്ടീഷ് പൗണ്ടിലും അതേപോലെ ഗോൾഡിലും നിസ്സാര ട്രേഡ് എടുക്കും. എൻ്റെ ട്രേഡിൻ്റെ കൗണ്ട് വളരെ കുറയുകയാണ്. പക്ഷേ അടിപൊളിയാണ്, നല്ല മൂഡാണിപ്പോൾ. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ GBP/USD പോലെ തന്നെ ബിയറിഷാണ്. പക്ഷെ അത്രയും ബിയറിഷൊന്നുമല്ല. GBP/USD ഓൾറെഡി കഴിഞ്ഞ മാസത്തെ മൂവ്മെൻറ്റ്സിൻ്റെ ഏകദേശം ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ USD അത്രയും വന്നില്ല, ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നു. നമ്മൾ വീക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സിംഗിൾ ക്യാൻഡിലൊക്കെ തന്ന് നിൽക്കണേണ്. പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കാം. പുൾ ബാക്ക് എടുത്ത് ഇവിടം വരെ പോകും. അപ്പോൾ നല്ലൊരു സെല്ലിലേക്ക് കിട്ടും. പക്ഷേ എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മാസം കൊണ്ട് എത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ബൈയും സെല്ലും എടുക്കാം. എന്താ വെച്ചാൽ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ടാണ് ബൈയും ബിയറിഷിലേക്ക് മൂവ്മെൻറ്റ് സെല്ലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കാം. പ്രൈസ് ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇവിടെ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ വന്ന് നമുക്ക് ഇനി ഒരു ഐഡിയ എന്നൊക്കെ പറയാനായിട്ട് ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിലൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെല്ലുണ്ടല്ലോ വീക്കിൻ്റെ, ആ സെല്ല് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പ് കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടി ഹോൾഡ് ചെയ്തൊക്കെ നോക്കുക. നല്ലൊരു മൂവ്മെൻറ്റ്സ് ആയിരിക്കും. 1 അവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 അവറിൻ്റെ ഈ OB ചിലപ്പോൾ ഇനി ഫെയിലായേ പോകുള്ളട്ടെ. ഇനി ഇത് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ജസ്റ്റ് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. വലിയ സ്ട്രോങ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല.
അപ്പോൾ നമുക്ക് സെല്ലിലേക്കുള്ള കാര്യങ്ങൾ എടുക്കുക, ബൈയിലേക്ക് കിട്ടുന്ന എൻട്രീസ് പരമാവധി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് നേരെ മന്തിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളർ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് കണ്ടതുപോലെ തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിലേക്ക് വന്നെങ്കിലും തിരിച്ചതേപോലെ തന്നെ കയറിപ്പോയിട്ടുണ്ട്. യൂറോസ്റ്റിനേക്കാളും വ്യത്യസ്തമായ അല്ലേ, മൂന്ന് വ്യത്യസ്തമായ മൂവ്മെൻറ്റ്സ് വന്നേക്കുന്നത്. ഈ ആഴ്ച ബുള്ളിഷായിരുന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ പ്രൈസ് ബുള്ളിഷായിരുന്നു. ഈ സ്ട്രക്ചർ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രൈസ് ഇത് ചെയ്യേണ്ട ഈ ഒരു വിക്കോബിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ നിന്നൊരു റിയാക്ഷൻ നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേയുടെ ഒബിയിലൊന്നും പ്രൈസ് വന്നിട്ടില്ല, ബിയറിഷില്ല, ഒബിയിൽ വന്നിട്ട് പ്രൈസ് ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ സെല്ലിലേക്കും ചാൻസ് കിട്ടുന്നു, എന്നാൽ ബൈയിലേക്കുള്ള ചാൻസുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിലും വേറെ ഒന്നും കാണാനൊന്നുമില്ല. ഈ ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് പ്രൈസ് മൂവ് ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നുമില്ല പ്രീവിയസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. 1 ഹവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ 1 ഹവറിൽ വന്നിയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ നോക്കാം. പക്ഷേ എന്നാലും ചിലപ്പോൾ ഇത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ കയറണമെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പോൾ ബൈയും സെല്ലിലേക്ക് നോക്കുക. പക്ഷേ നിങ്ങളുടെ സ്ട്രക്ചർ ബേസ് ബുള്ളിഷ് ആണെങ്കിൽ ഏത് സൈഡിലേക്കാണ് സ്ട്രക്ചർ ബേസ് ബുള്ളിഷിലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, ബാക്കിയുള്ളതിന് കുറവ് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. അതേപോലെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കുറേ പേര് ആഡ് ചെയ്യുവാന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന്. പക്ഷേ നമ്മുടെ ഓൺലി സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമത് എൻ്റെ സെറ്റപ്പും നിങ്ങൾ പഠിച്ച സെറ്റപ്പും തമ്മിൽ എൻ്റെ ഡിഫറൻറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല, കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാശ് മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകണ്ടേ, ഞാനതാണ് നോക്കുന്നത്. അല്ലാതെ എനിക്ക് കാശ് കിട്ടുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നല്ല, നിങ്ങൾ കാശ് മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകണം. അതുകൊണ്ടാണ് ഞാനതിൽ ചെയ്യിക്കാത്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള പല സ്റ്റുഡൻസും ഫണ്ടഡ് അക്കൗണ്ടും നല്ല അക്കൗണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ഇട്ടത്, മന്ത്ലി 2000 എന്നുള്ള രീതിയിൽ. അവർ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുന്ന, അതായത് ഒരു 5-6 മാസമായിട്ട് ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് പ്രോബ്ലം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സെയിം ട്രേഡ്സ് പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, മനസ്സിലായോ. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യുന്നില്ല. റീസൺ തന്നെ ഇതായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് ചെയ്യുന്നവർ ചെയ്ത് പോട്ടെ എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് യാതൊരുവിധ പ്രോബ്ലംസും വരുന്നില്ല. ബിഗിനേഴ്സ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് ട്രേഡ് ഉള്ള ആൾക്കാർ, നല്ല പ്രോഫിറ്റ് റെഗുലറായിട്ട് എടുക്കുന്നവർക്ക് നമ്മുടെ POയിലൊക്കെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്ന സെയിം എൻട്രീസ് വരുമ്പോൾ പല ടൈമിലാണ് കയറണമെങ്കിൽ പോലും അവരത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഫണ്ടിങ് ബിപ്സ് പോലത്തെ ഉള്ള ഫെയിംസാണ്. 5 ഇയേഴ്സ് എന്നൊരു പ്രോബ്ലം ഇതേവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് അത്രയും വലിയ വരുമാനം കൊടുക്കാൻ പറ്റാതെ ആകുമ്പോൾ റിജക്ഷന് ഒരു റീസൺ കണ്ടുപിടിക്കണേ. അല്ലാതെ നമ്മളിവിടെ വേറെ ഒരു സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും പഠിച്ച ഡാറ്റാസ് അയച്ചു കൊടുക്കുന്നുണ്ട്, അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റൊക്കെ ചിലവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് പേർക്കേ വരുന്നുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സിലൊന്ന് ട്രേഡ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ്സ്, ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതല്ലാതെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്രേഡുകൾ എന്ത് ചെയ്യുക, അതും കൂടി ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാം ഞാനിടുന്ന ട്രേഡ് മാത്രം എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്രോഫിറ്റ് പോകാമെന്ന്. അപ്പോൾ അവരത് മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുമ്പോഴുള്ള പ്രോബ്ലം. പിന്നെ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഇത് യാതൊരു വിധ പ്രോഫിറ്റ് ഇല്ല. നിങ്ങൾ എടുക്കുന്ന എല്ലാ പ്രോഫിറ്റും നിങ്ങൾക്ക് അവർ തന്നോളും. നിങ്ങൾ ബുക്ക് ബ്രോക്കറിൽ പോയി ട്രേഡ് എടുക്കരുത്. എക്സ്നസ് പോലെയുള്ള ബുക്ക് ബ്രോക്കറിൽ പോയിട്ട് നിങ്ങൾ ട്രേഡ് നോക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.